എല്ലാവരും പടച്ചവനെ പേടിച്ചു നടക്കുകയാണ്. ഇലക്ഷൻ വരികയാണ്. ഉസ്താദേ 4-ാം തീയതി റിസൾട്ട് വരുമല്ലോ. അതാ പടച്ചവനെ ബീഹാറിൽ ഇലക്ഷൻ കഴിഞ്ഞു, പടച്ചവനെ ആസാമിൽ ഇലക്ഷൻ കഴിഞ്ഞു, തമിഴ്നാട് കേരളവുമെല്ലാം ഇലക്ഷൻ കഴിഞ്ഞല്ലോ. അല്ലാഹുവേ, എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അധികാരം മുഴുവനും അവരുടെ കൈക്കീഴിലേക്ക് കടന്നു വരികയാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യാനാണ്? നമ്മുടെ ടെൻഷൻ അതാണടോ, നമ്മുടെ ടെൻഷൻ അതാണടോ, നമ്മുടെ പേടി അതാണടോ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിനെ കുറിച്ച് പഠിക്കടാ ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, ആർക്ക് അധികാരം കിട്ടട്ടെ, നിനക്കെന്താ ചങ്ങാതി? ആർക്ക് അധികാരം കിട്ടിയാലും നീ അനുഭവിക്കേണ്ടത് നീ അനുഭവിക്കണമല്ലോ, പോകേണ്ടത് പോകണമല്ലോ, വരേണ്ടത് വരുമല്ലോ, സമയമാകുമ്പോ മരിക്കുമല്ലോ. ആർക്ക് ഭരണം കിട്ടിയാലും ഈ വാഴ് പറയുന്ന സിറാജ് പടച്ചവനെ മുഖ്യമന്ത്രിയായെന്ന് പറഞ്ഞാൽ നിനക്ക് പ്രത്യേക പ്രയോജനമൊന്നുമില്ല. നിന്റെ ഉമ്മാടെ ഗർഭാശയത്തിൽ കിടക്കുമ്പോൾ അല്ലാഹു നിന്റെ സർവകാര്യങ്ങളും എഴുതി വച്ചിരിക്കുകയാ. പൊന്നാര ചങ്ങാതി, ആർക്ക് ഇവിടെ എന്ത് കിട്ടിയാലും നിനക്കൊന്നുമില്ല. നിന്റെ ഉമ്മാടെ വയറ്റിൽ കിടന്നപ്പോ തന്നെ അല്ല നിന്റെ മരണം വരെയുള്ള കാര്യം എഴുതി വെച്ചിട്ടുണ്ട്. അത് തട്ടിക്കളയാൻ ഒരു മന്ത്രിയെ കൊണ്ടും പറ്റൂല. അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, ഈ താഴെ കിടക്കുന്ന മഹാന്മാര് അവരുടെ ഒന്നാമത്തെ ഗുണം, അവർക്ക് അള്ളാനെ അല്ലാതെ ഈ ലോകത്ത് വേറെ ഒരു മഖ്ലൂഖിനെയും അവർക്ക് ഭയമില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അവർക്ക് അള്ളാനെ അല്ലാതെ വേറെ ആരെയും അവർക്ക് പേടിയില്ല. നമുക്കോ അള്ളാനെ ഒട്ടും പേടിയില്ല. ബാക്കിയുള്ള സർവ്വ സൃഷ്ടികളെയും നമുക്ക് പേടിയാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അവരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം, നമുക്ക് ഔലിയാക്കന്മാർക്ക് അള്ളാനെ മാത്രമേ പേടിയുള്ളൂ, വേറെ ഒന്നിനെയും ഭയമില്ല. നമുക്കാണെങ്കിൽ അള്ളാനെ ഒട്ടും പേടിയില്ല, ബാക്കി എല്ലാത്തിനെയും പേടിയാ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹ് നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമുക്കാണെങ്കിൽ അവർക്ക് അള്ളാഹ് അത്രേ ഉള്ളൂ, അവർക്ക് അള്ളാഹ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നിനെ അവർക്ക് ഭയമില്ല. നമുക്ക് എല്ലാത്തിനെയും പേടി. നമുക്ക് നേതാക്കന്മാരെ പേടി, രാഷ്ട്രീയക്കാരെ പേടി, ഭരണാധികാരികളെ പേടി, ഗവൺമെന്റുകളെ പേടി. നമുക്ക് പേടി എന്തിനും, എല്ലാത്തിനെയും നമുക്ക് പേടി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, വല്ലാത്ത ഭയമാണ്. എല്ലാവരും പടച്ചവനെ പേടിച്ചു നടക്കുകയാണ്. ഇലക്ഷൻ വരികയാണ്. ഉസ്താദേ 4-ാം തീയതി റിസൾട്ട് വരുമല്ലോ. അതാ പടച്ചവനെ ബീഹാറിൽ ഇലക്ഷൻ കഴിഞ്ഞു, പടച്ചവനെ ആസാമിൽ ഇലക്ഷൻ കഴിഞ്ഞു, തമിഴ്നാട് കേരളവുമെല്ലാം ഇലക്ഷൻ കഴിഞ്ഞല്ലോ. അല്ലാഹുവേ, എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അധികാരം മുഴുവനും അവരുടെ കൈക്കീഴിലേക്ക് കടന്നു വരികയാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യാനാണ്? നമ്മുടെ ടെൻഷൻ അതാണടോ, നമ്മുടെ ടെൻഷൻ അതാണടോ, നമ്മുടെ പേടി അതാണടോ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിനെ കുറിച്ച് പഠിക്കടാ ചെറുപ്പക്കാരാ. അല്ലാഹുവിനെ കുറിച്ച് ഏതെങ്കിലും ഒരു മനുഷ്യന് പഠിച്ചു കഴിഞ്ഞാ, അല്ലാഹുവിനെ കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാ, നിങ്ങളെ എല്ലാം മാറുമടി പൊന്നുമോള്, ചെറുപ്പക്കാരാ, എല്ലാം മാറുമടാ പൊന്നുമോര്. അല്ലാഹുവിനെ കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനൊരുപാട് വഴുത് കേൾക്കേണ്ട കാര്യമൊന്നുമില്ല. പെങ്ങളെ, നീയൊക്കെ ഒരുപാട് വഴുത് കേൾക്കുന്നവളാണ്. ഏറ്റവും കൂടുതൽ വഴുത് കേൾക്കുന്നത് പെണ്ണുങ്ങളാണല്ലോ. എന്തെങ്കിലും മാറ്റമുണ്ടോ പെങ്ങള്? എന്തെങ്കിലും മാറ്റമുണ്ടോ പെങ്ങള്? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, വഴുതെന്ന് പറഞ്ഞാൽ എന്താണെന്ന് പഠിക്കണേ. എന്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഖിയാമത്ത് നാൾ വരെയുള്ള സർവ്വ മുസ്ലിമീങ്ങളോട് അല്ലാഹു പറയുന്നു, ഈമാനിന്റെ വിഷയത്തില്, വിശ്വാസത്തിന്റെ വിഷയത്തില് നിങ്ങളൊരു പെണ്ണിനെ കണ്ടുപഠിക്കണേ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. വിശ്വാസത്തിന്റെ വിഷയത്തില്, വിശ്വാസത്തിന്റെ വിഷയത്തില് നിങ്ങളൊരു പെണ്ണിനെ വേണം കണ്ടുപഠിക്കാൻ. ആ പെണ്ണാരാണ്? പ്രവാചകന്റെ ഉമ്മയല്ല, പ്രവാചകന്റെ ഭാര്യയല്ല, പ്രവാചകന്റെ മകളല്ല. ഒരു സാധാരണ ഒരു മനുഷ്യന്റെ മകളെ കാണിച്ചിട്ട് അല്ലാഹു പറയുകയാണ്, ഖിയാമത്ത് നാൾ വരെയുള്ള മുസ്ലിമീങ്ങളെ, നിങ്ങൾ ഇവളെ കണ്ടുപഠിക്കാൻ റോൾ മോഡലാക്കേണ്ടത് ആ പെണ്ണിനെയാണ്. ആ പെണ്ണിനെ കണ്ടുപഠിക്കാൻ അല്ലാഹു പറയുകയാണ്. ആ പെണ്ണാരാ? ജീവിതത്തിൽ ഒരേ ഒരു വഴതേ കേട്ടുള്ളൂ.
ഖിയാമത്ത് നാൾ വരെയുള്ള സർവ്വ മുസ്ലിമീങ്ങളോട് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഒരു പെണ്ണിന്റെ ചരിത്രം പറഞ്ഞിട്ട് പറയുന്നു, ഇവളെ കണ്ടു പഠിക്കണം, ഇവളെ പോലെയാകണം. ആരാ ആ പെണ്ണ്? നബിയുടെ ഉമ്മയല്ല, നബിയുടെ ഭാര്യയല്ല, നബിയുടെ മകളല്ല, ഒരു പ്രവാചകന്റെ കുടുംബവുമായിട്ട് ഒരു ബന്ധവുമില്ല. നിന്നെ പോലെ ഒരു സാധാരണ പെണ്ണിനെ കണ്ടുപഠിക്കാനാ അള്ളാഹ് പറഞ്ഞേ. ആ പെണ്ണാണെങ്കിൽ ജീവിതത്തിൽ ഒറ്റ വാഴ കേട്ടുള്ളൂ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പറ അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. ലോകത്ത് ഒറ്റ വാഴ കേട്ട ഒരു പെണ്ണിനെ കണ്ടുപഠിക്കാനാ അള്ളാഹ് പറഞ്ഞേ. നീ 24 മണിക്കൂറിൽ എത്ര മണിക്കൂർ വാഴ കേൾക്കും? നീ അടുക്കളയിൽ നിൽക്കുമ്പോഴും വാഴ, നേരം വെളുക്കുമ്പോ തുടങ്ങും. നേരം വെളുക്കും അങ്ങോട്ട് തുടങ്ങും. ഓരോ ഉസ്താദന്മാരും തങ്ങന്മാരുടെ ദിക്റും സലാത്തും ദുആയും പ്രഭാഷണവും അങ്ങോട്ട് കേൾക്കാൻ തുടങ്ങും. സുബ്ഹാനല്ലാഹ്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആമീൻ പറ. നീ മീൻ വെട്ടുമ്പോഴും വാഴ കേൾക്കുന്നത്, നീ അടുക്കളയിൽ ചോറ് വെക്കുമ്പോഴും വാഴ കേൾക്കുന്നത്. അങ്ങനെ കേൾക്കാനുള്ളതല്ല വഴല്. അത് എന്റേതാണെങ്കിലും ആരുടേതാണെങ്കിലും കേൾക്കരുത്. എന്റെ പെങ്ങളെ വഴലെന്ന് പറയുന്നത് അതിനൊരു സ്ഥാനമുണ്ട്, ഒരു മഹത്വമുണ്ട്. ഇപ്പൊ നിങ്ങൾ കേൾക്കുന്നത് വഴല്. ഇപ്പൊ നിങ്ങൾ ഇരിക്കുന്നത് അദബും മര്യാദയോടുകൂടി വഅദ് കേൾക്കണം, എനിക്ക് ഇബാദത്തിന്റെ കൂലി കിട്ടണം, റഹ്മത്തിന്റെ മലക്കിന്റെ ദുആ കിട്ടണം, സ്വർഗത്തിലിരുന്ന പ്രതിഫലം കിട്ടണമെന്ന ലക്ഷ്യത്തോടെ അടങ്ങി ഒതുങ്ങിയിരിക്കുന്നു. ആകെ വീശുന്നേ ഉള്ള, കുഴപ്പമില്ല. നിങ്ങൾ ഇപ്പൊ കേൾക്കുന്നത് വഅദ്. മറ്റേതോ പണ്ടാരങ്ങട്ട് ഓണാക്കി വെക്കും, നീ ഇങ്ങനെ തെക്കും വടക്കും നടക്കും, തലയിലും തുണിയില്ല, ഒരു തുണിയില്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉസ്താദും തങ്ങളും ഇരുന്നിട്ട് ദിക്റും ദുആയും സലാത്തും എന്തെല്ലാം പറയുന്നു, നീ ഇങ്ങനെ ചോറും കറിയും വെച്ചുകൊണ്ട് നടക്ക. അങ്ങനെ കേൾക്കരുത് വഅദ്. അങ്ങനെ കേൾക്കാനുള്ളതല്ല വഅദ്. ആ വഅദ് കേട്ടാ നീ നരകത്തിൽ പോകും. കാരണം എന്തിനാ? കളിയാക്കുന്നതിന് തുല്യമാത്. എവിടെങ്കിലും ഇരുന്ന് സമാധാനത്തോടെ അദബും മര്യാദയുണ്ട് ഏത് കാര്യത്തിനും. അങ്ങനെ വേണം വഅദ് കേൾക്കാൻ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. കേട്ടിട്ടും വലിയ കാര്യമൊന്നുമില്ല. പിള്ളേർ തന്നെ പറയുന്നുണ്ട്, ഉസ്താദെ നിങ്ങൾ എത്ര വഅദ് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ഞങ്ങൾ നന്നാകത്തൊന്നുമില്ല. ഫർദയും ധരിച്ചുകൊണ്ട് സിനിമാ തിയേറ്ററിനകത്ത് പോയിരുന്ന ആമീൻ പറയുന്ന മക്കളുടെ കാലം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എവിടെ എത്തി? വഅദിന് കുറവുണ്ടായിട്ടാണോ? കാസർഗോഡ് വാഴ 2 ഇറങ്ങിയപ്പോ സിനിമാ തിയേറ്ററിന്റെ ഉള്ളിൽ ഫർദ ഇട്ടോണ്ട് പോയി. അല്ലാഹുവേ, എന്താ പറയാ മറുപടി? എന്താ മറുപടി പറയാ? ഫർദ ഇട്ടോണ്ടാ പോട്ടെ, അതൊന്നും കുഴപ്പമില്ല. മക്കൾ അതിനകത്ത് കയറി ചെന്നിട്ട് അതിനകത്ത് എന്തോ ദുആ ചെയ്യുമ്പോ ആമീൻ ആമീൻ. പാപ്പ മരിച്ചപ്പോ പോലും ഇങ്ങനെ ഒന്നും ദുആ ചെയ്തിട്ടുണ്ടാവില്ല. വീട്ടിൽ ആരെങ്കിലും മരിക്കാൻ കിടന്നപ്പോ പോലും ആമീൻ പറയാത്ത മക്കള് സിനിമയ്ക്കകത്ത് ദുആ ചെയ്യുമ്പോ ആമീൻ പറയുന്നു, വീഡിയോ പിടിച്ച് ഷെയർ ചെയ്യുന്നു. എന്തൊരു ചങ്കൂറ്റം എന്നറിയോ? അല്ലാഹു ആ മക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്തോ അങ്ങോട്ട് നെഞ്ചു പൊട്ടുന്നു. ഒരു പൊട്ടലും വേണ്ട. നാളെ ചിലപ്പോ ജുബ്ബയും തൊപ്പിയും ഇട്ടുകൊണ്ട് പോയെന്നും വരാം. നാളെ ഒരു കാലത്ത് ഞങ്ങളെ പോലെ ജുബ്ബയും തൊപ്പി ഇട്ടുകൊണ്ട് സിനിമാ തിയേറ്ററിൽ പോയിട്ട് അല്ലാഹുവേ, ചില ഉമ്മമാർ ഈ അടുത്ത് ഞാനൊരു വീഡിയോ കണ്ടു. ഒരു ഉമ്മ ഏതോ ഒരു ഫിലിം കണ്ടിട്ട് ഇറങ്ങി വരുമ്പോ പറയാം മാഷാ അല്ലാഹ്, ഹജ്ജിന് പോയിട്ട് വന്നതാ തള്ള. എനിക്ക് സുബ്ഹാനല്ലാഹ്, ലൈവ് ഉണ്ടോടാ? പേടിയാന്ന് ഈ പണ്ടാരം. ലൈവ് എന്ന് കേട്ടാലേ പേടിയാ. ഒരു തള്ള ഇറങ്ങി വന്നിട്ട് പറയാം മാഷാ അല്ലാഹ്, ഇത് കാണാൻ പറ്റായിരുന്ന ജീവിതത്തിലെ തീരാ നഷ്ടം. സുബ്ഹാനല്ലാഹ്, വല്ലാത്ത ചങ്കൂറ്റം. അല്ലാഹു എല്ലാരും കാണാൻ വേണ്ടിയാ ഉമ്മ പറയണേ. എല്ലാരും വന്ന് കാണാനാ വിളിക്കണേ. നിങ്ങൾ ഫർദ ഇട്ടോണ്ട് പോയോ, ജുബ്ബയും തൊപ്പി ഇട്ടോണ്ട് പോയോ, നിങ്ങൾ തലപ്പാ കെട്ടിപ്പോയെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇവിടെ എന്താ? ഞങ്ങൾക്കൊന്നുമില്ലടോ. പെങ്ങളെ, നിങ്ങളെല്ലാരും ഇനി ഫർദ ഇട്ടോണ്ട് പോയാലും, നിങ്ങൾ ഇനി ജുബ്ബായും തൊപ്പി ഇട്ടോണ്ട് സിനിമാ തിയേറ്ററിൽ പോയിരുന്ന് ഖത്ത ഓതിയാലും അള്ളാന്റെ ദീനിന് ഒന്നുമില്ലടാ ചങ്ങായി. അത് നിന്റെ തെറ്റിദ്ധാരണയാണ്. അള്ളാന്റെ ദീന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അള്ളാഹുവിന്റെ ദീൻ നിലനിൽക്കുക തന്നെ ചെയ്യും. ഇനി നിങ്ങൾ എല്ലാരും പോയാൽ അള്ളാന്റെ ദീനൊന്നുമില്ല. പക്ഷെ ഓർക്കേണ്ടത്, തെമ്മാടിത്തരം കാണിക്കുന്നതിന് കുഴപ്പമില്ല. അത് നീ കാണിച്ചോ, അത് നിന്റെ സ്വാതന്ത്ര്യം, നിന്റെ ഇഷ്ടം. പക്ഷെ അത് വീഡിയോ പിടിച്ച് ഷെയർ ചെയ്യുമ്പോ ഒന്ന് ഓർക്കണം, ഇത് ദീനാ മക്കളെ. ഇത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീന. ഈ ദീനിനോട് കളിക്കുമ്പോൾ നല്ലതുപോലെ സൂക്ഷിക്കണം. അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. എന്ത് വേണമെങ്കിലും കാണിച്ചോ, അതിലൊന്നും വിരോധമൊന്നുമില്ല, അത് സങ്കടമൊന്നുമില്ല. നിങ്ങൾ വിചാരിക്കും, ഉസ്താദ്മാര് വിചാരിക്കും, ഈ ചങ്ങായി എന്തപ്പ അങ്ങനെ പറയണേ? ഞാൻ അങ്ങനെ പറയുന്ന ആളാണോ? കാരണം നിങ്ങൾ നന്നാകാനല്ല ഞാൻ വഴുതു പറയുന്നത്, എനിക്ക് നന്നാകാൻ വേണ്ടിയാ ഞാൻ വഴുതു പറയുന്നത്. എന്തിനാ ഞാൻ എങ്ങനെ പറയണേ? പണ്ട് ഞങ്ങളുടെ നാട്ടിൽ ഒരു പെൺകുട്ടി ഒളിച്ചോടി പോയി. പണ്ട് മുസ്ലിം പെൺകുട്ടി ഒരു അമുസ്ലിമിന്റെ കൂടെ ഒളിച്ചോടി പോയെന്ന് പറഞ്ഞാൽ അത് വലിയ ചർച്ചയാ, ഇത് വലിയ അത്ഭുതമാ. ഇന്ന് സാധാരണ അതൊക്കെ
ഇന്നത് സാധാരണ, അതൊന്നും വലിയ കാര്യമില്ല. അപ്പൊ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഒരു പെൺകുട്ടി ഒളിച്ചോടി പോയ കഥ പറയുമ്പോ ഒരുത്ത ഇങ്ങനെ കുട്ടികൾ അവസാനം ഈ പോസ്റ്റിന്റെ മുകളിൽ ഇരുന്നിട്ട് ഇത് പറയാ, എടാ ഇന്ന വീട്ടിലെ പെണ്ണ് ഒളിച്ചോടി പോയടാ, എന്താ ചെയ്യാ, വലിയ സങ്കടം. അപ്പൊ എന്റെ ഒരു കൂട്ടുകാരനുണ്ട്, അവൻ പറഞ്ഞൊരു മറുപടി എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. അളിയാ പോയതൊക്കെ പോകട്ടെ, സ്വർഗത്തിൽ അത്രയും സ്ഥലം ഒഴിഞ്ഞു കിട്ടിയില്ലേ, നമുക്കവിടെ പോയി അടിച്ചു പൊളിക്കാം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എടാ പോയതൊക്കെ പോകട്ടെ, അത്ര സ്ഥലം ഒഴിഞ്ഞു കിട്ടിയില്ലേ, നമുക്കവിടെ പോയി ആസ്വദിക്കാമെന്ന്. എടാ ചങ്ങാതി, നല്ലതൊന്നും പോവില്ലടോ, നല്ലതല്ലാത്തതല്ലേ പോകണത്. നല്ലത് ഏതെങ്കിലും ഉമ്മാക്കൊക്കെ നല്ല മക്കള് പോയി സിനിമ തിയേറ്ററിൽ പോയി ആമീൻ പറയൂല. അപ്പൊ അതൊക്കെ പോകട്ടെ, വേറെ വിഷയം. ഞാൻ പറഞ്ഞത് വഅദ്, ഒരേ ഒരു വഅദാണ് ആ മഹ്ദി കേട്ടത്. ആരാണ് ആ മഹ്ദി എന്നറിയുമോ? മഹ്ദിയായ ആസിയ ബീബി റളിയല്ലാഹു തആല അൻഹ. അല്ലാഹുവിന്റെ പ്രവാചകൻ നാളെ സ്വർഗ്ഗത്തിൽ വെച്ച് വിവാഹം കഴിക്കുന്ന പെണ്ണാണ് ആസിയ. നബി തങ്ങളുടെ സ്വർഗ്ഗത്തിലെ ഭാര്യയാണ് ആസിയ. ആസിയ ആരാണെന്നറിയോ? ആരുടെ ഭാര്യയായിരുന്നെന്നറിയുമോ? സാക്ഷാൽ ഫിർഔനിന്റെ ഭാര്യ. സാക്ഷാൽ ഫിർഔനിന്റെ ഭാര്യയാണ് ആസിയ. ആസിയ ബീബി റളിയല്ലാഹു തആല അൻഹയെ കുറിച്ചാണ് അല്ലാഹു പറയുന്നത്. വിശ്വാസത്തിന്റെ വിഷയത്തിൽ കണ്ടുപഠിക്കാൻ നിങ്ങളെ ഒരേ ഒരു വഅദേ കേട്ടുള്ളൂ. ആരുടെ വഅദാണ് കേട്ടതെന്നറിയുമോ? മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാമിന്റെ വഅദാണ് കേട്ടത്. മൂസ എന്ന് പറയുന്ന പ്രവാചകന്റെ പ്രഭാഷണമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, മൂസാ ഫിർഔനിന്റെ കൊട്ടാരത്തിന്റെ അകത്ത് പോയിട്ട് പ്രഭാഷണം നടത്താൻ. ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂരനായ ഭരണാധികാരിയാണ് ഫിർഔൻ. ആ ഫിർഔനിന്റെ കൊട്ടാരത്തിന്റെ അകത്ത് പോയിട്ട് പ്രഭാഷണം നടത്താൻ അവരാനാണ്. അന റബ്ബുകുമുൽ അഅ്ലാ, ഞാനാണ് റബ്ബെന്ന് പറഞ്ഞിരിക്കുന്നവനാ, ഞാനാണ് റബ്ബെന്ന് പറയുന്നവൻ. ആ ഫിർഔനിന്റെ കൊട്ടാരത്തിന്റെ അകത്ത് ചെന്നിട്ട് വഅദ് പറയണം. മൂസാ നബിയോട് അല്ലാഹു പറയുകയാണ്. മൂസാ നബി പറഞ്ഞു, ഒറ്റയ്ക്ക് പോകാൻ ധൈര്യമില്ല പടച്ചവര്, ഹാറൂൻ എന്ന് പറയുന്ന കൂടപ്പറപ്പിനെയും കൂടെ വിടണം. അങ്ങനെ രണ്ടു പ്രവാചകന്മാര് അല്ലാഹുവേ ഫിർഔനിന്റെ കൊട്ടാരത്തിന്റെ അകത്ത് കടന്നു ചെന്നിട്ട് അതാ ഫിർഔനിനോട് അല്ലാഹുവാണെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബിനെ കുറിച്ച് വഅദ് പറയുകയാണ്. നീ അടിമയാടാ, നീ അടിമയാണ്, നിനക്കൊരു യജമാനനുണ്ട്. ഈ ലോകത്തിന്റെ അധിപൻ അല്ലാഹുവാണ്. പടച്ചവനെ കുറിച്ച് ഫിർഔനിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് മൂസാ നബി വഅദ് പറയുകയാണ്. പടച്ചവനെ, ആ വഅദ് കേട്ടിട്ട് ഫിർഔൻ നന്നായില്ല, ഫിർഔൻ നന്നായില്ല. ഫിർഔൻ നന്നാകാനാ വഅദ് പറയാൻ പറഞ്ഞത്. പക്ഷേ വഅദ് കേട്ട ഫിർഔൻ നന്നായില്ല. പക്ഷേ നന്നായത് രണ്ട് പെണ്ണുങ്ങളാണ്. ആ വഅദ് കേട്ട് നന്നായത് രണ്ട് പെണ്ണുങ്ങളാണ്. ഒരു പെണ്ണാരാണെന്നറിയോ? ഫിർഔനിന്റെ കൊട്ടാരത്തിലെ വേലക്കാരിയായ മാസിത. അറിയുമോ പെങ്ങള്? ഫർദ് ധരിച്ച് നടന്നാ പോരാ. മാസിത ബീബി റളിയല്ലാഹു തആല അൻഹ ആരാണെന്ന് പഠിക്കട്. ധീര വനിതയാണ് മോള്. മാസിത ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ഹൃദയത്തിലേക്ക് ആ പ്രഭാഷണം അവിടന്ന് തറയ്ക്കുകയാണ്. പടച്ചവനെ, മാസിത ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുകയാണ്. മൂസാ നബി പറഞ്ഞു കൊടുത്തു, മാസിത ആരോടും പറയരുത്, മറച്ചു വെച്ചാ മതി, ഒരാളോടും നീ പറയാൻ പാടില്ല. മാസിത ബീബി നേരെ വീട്ടിൽ ചെന്ന് ഭർത്താവിനെ ഉപദേശിച്ചു, അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. ഭർത്താവ് മുസ്ലിമായി, മക്കള് മുസ്ലിമായി. അങ്ങനെ ആരും അറിയാതെ ഫിർഔനിന്റെ കൊട്ടാരത്തിന്റെ അകത്ത് അവര് മുസ്ലിമായി ജീവിക്കുകയാ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫിർഔനിന്റെ മകളുടെ മുടി ചീകാൻ പുതിയ ചീപ്പെടുക്കുമ്പോ ചീപ്പങ്ങ് താഴെ വീഴുകയാ. ചീപ്പങ്ങ് താഴെ വീഴുകയാണ്. മാസിത പറഞ്ഞു, അല്ലാ 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 എന്ന് പറയുകയാണ്. ഫിർഔനിന്റെ മകള് ചോദിക്കുന്നു, മാസിത ആരാ അല്ലാ, ആരാ അല്ലാ, അല്ലാ ആരാണെന്ന്
ആരാണെന്ന് മാസിത്ത ബീവിയോട് ചോദിക്കുമ്പോ മാസിത്ത ബീവി റളിയല്ലാഹു തആല ഫിർഔനിന്റെ പൊന്നാര മകളോട് പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലാഹ് എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിന്റെ അധിപനാണ്, അവന് പടച്ച റബ്ബാണ്, അവന് പടച്ച റബ്ബാണ്, എന്നെയും നിങ്ങളെയും പടച്ച റബ്ബാണ് അല്ലാഹ്. ഫിർഔനിന്റെ മകള് ചോദിക്കുന്നു, എന്റെ വാപ്പയല്ലേ റബ്ബ്, എന്റെ വാപ്പയല്ലേ റബ്ബ്, എന്റെ വാപ്പയല്ലാതെ വേറൊരു റബ്ബുണ്ടോ? മാസിത്ത പറഞ്ഞു, നിന്റെ വാപ്പ റബ്ബൊന്നുമല്ല, നിന്റെ വാപ്പ അടിമയാണ്, നിന്റെ വാപ്പ അടിമയാണ്, നിന്റെ വാപ്പാനെ പടച്ച റബ്ബിന്റെ പേരാണ് അല്ലാഹ്. പടച്ചവനെ കുറിച്ച് മാസിത്ത പറഞ്ഞു കൊടുക്കുകയാ. ഫിർഔനിന്റെ മകൾ എഴുന്നേറ്റ് ഓടുകയാണ്. പടച്ചവനെ രാജസിംഹാസനത്തിലിരിക്കുന്ന ഫിർഔൻ എന്ന് പറയുന്ന പിതാവിന്റെ ചാരത്തേക്ക് പൊന്നാര മകള് ഓടിച്ചെന്നിട്ട് പറഞ്ഞു, വാപ്പാ നിങ്ങൾ അടിമയാണോ വാപ്പാ, നിങ്ങൾ അടിമയാണോ, നിങ്ങൾ അടിമയാണ്, നിങ്ങളെ പടച്ച റബ്ബിന്റെ പേരാണ് അല്ലാഹ്. പടച്ചവനെ മാസിതയദാ ഫിർഔനിന്റെ മകള് ചോദിക്കുകയാണ്, എന്റെ പൊന്നുമോളോട് ഇതാരാ പറഞ്ഞു തന്നത്? വാപ്പ അടിമയാണെന്നാരാ പറഞ്ഞത്? വാപ്പ നിങ്ങൾ അടിമയാണ്, നിങ്ങളെ പടച്ച റബ്ബിന്റെ പേരാണ് അല്ലാഹ്. അതാ മാസിത പറഞ്ഞിരിക്കുകയാണ്. പടച്ചവനെ ഫിർഔനിന് വല്ലാത്ത നാണക്കേടായടോ. സ്വന്തം മകളല്ലേ വന്ന് പറയുന്നത്. പടച്ചവനെ എല്ലാവരോടും പറഞ്ഞു, മാസിത്താനെ കൊണ്ടുവരാൻ. മാസിത്ത എന്ന് പറയുന്ന പെണ്ണിനെ കൊണ്ടുവരികയാണ്. അവിടെ നിന്ന് ചോദിച്ചു, മാസിത്ത എന്തേ പറയുന്നത്? ഞാനാണ് റബ്ബെന്ന് പറ മാസിത്ത. ഫിർഔനിനോട് പറഞ്ഞു, നീ അടിമയാണ്, നീ അടിമയാണ്. മൂസാ നബി പ്രവാചകനാണ്, ആ പ്രവാചകൻ പറഞ്ഞ റബ്ബിനെയാണ് ഞാൻ ആരാധിക്കുന്നത്. പടച്ചവനെ ഫിർഔനിന്റെ കൊട്ടാരത്തിലെ വേലക്കാരിയാ പറയുന്നത്. ഫിർഔനിന് നാണക്കേടായി. കൊന്നുകളയും മാസിത, നിന്നെ കൊന്നുകളയും മാസിത. നീ എന്തു വേണമെങ്കിലും ചെയ്യടാ, നീ എന്തു വേണമെങ്കിലും ചെയ്തോ, ഒരിക്കലും ഞാൻ നിന്റെ കൂടെ കൂടൂല. ഒരു വഴുത കേട്ട പെണ്ണാ പറയുന്നത്. അവരുടെ ഹൃദയത്തിലേക്ക് ഈമാൻ കേറി, അല്ലാഹ് കേറി. പിന്നെ ധൈര്യമായി, പിന്നെ പറയാനുള്ള ചങ്കൂറ്റമായി. ഫിർഔനിനോട് പറഞ്ഞു, നീ കൊന്നാലും ഞാൻ മതം മാറൂല. പെങ്ങളെ എല്ലാവരും പറഞ്ഞു, ഇവളെ വെറുതെ വിട്ടാ പോരാ, ഇനി ഒരാളും മതം മാറരുത്. എല്ലാവർക്കും മാതൃകയാകുന്ന കഠിനമായ ശിക്ഷ വേണം കൊടുക്കാൻ. പെങ്ങളെ അതാ ഒരു ചട്ടിക്കകത്ത് എണ്ണ തിളപ്പിക്കുകയാ, വലിയ ഒരു പാത്രത്തിന്റെ അകത്ത് എണ്ണ തിളപ്പിക്കുകയാണ്. തിളച്ചു മറിയുന്ന എണ്ണയുടെ മുമ്പില് മാസിതാ ബീവി റളിയല്ലാഹു തആല അൻഹയെ പിടിച്ചു കൊണ്ടുവരികയാണ്. ചോര കുഞ്ഞുമായി മാസിത കടന്നു വന്നു. തിളച്ചു മറിയുന്ന എണ്ണയുടെ മുമ്പിൽ നിൽക്കുമ്പോ മാസിതയോട് ചോദിച്ചു, തീരുമാനത്തിൽ മാറ്റമുണ്ടോ? മാസിത അനങ്ങുന്നില്ല. പടച്ച റബ്ബേ, ഭർത്താവിനെ കൊണ്ടുവന്ന് തിളച്ചു മറിയുന്ന എണ്ണയുടെ മുകളിൽ കൊണ്ടുവന്ന് കെട്ടി തൂക്കിയിടുകയാണ്. ഇനി പറമാസിത്ത മാറുമോ? ഇനി പറമാസിത്ത മാറുമോ? മാസിത്ത പറഞ്ഞു, ഇല്ല, കൊന്നാലും മതം മാറൂല. തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ തിളച്ചു മറിയുന്ന എണ്ണയ്ക്കകത്തിട്ട് കരിച്ചടി. പൊന്നുമോള്, സിനിമാ കഥയല്ല പറയുന്നത്, സീരിയലിന്റെ കഥയല്ല പറയുന്നത്. നിന്നെ പോലെ വിചാരമുള്ള മോഹങ്ങളും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും പ്രതീക്ഷകളുമായി ഈ ദുനിയാവിൽ ജീവിച്ച ഒരു പെണ്ണിന്റെ ചരിത്രമാണ് പറയുന്നത്. ഭർത്താവ് കണ്ണിന്റെ മുമ്പിൽ കിടന്ന് മരിക്കുകയാണ്. പതറിയില്ല. പൊന്നുമോളെ കൊണ്ടുവന്നു. എണ്ണയുടെ മുകൾ നിർത്തിയിട്ട് ചോദിച്ച് വിശ്വാസം വിടാൻ മാസിത്ത പറഞ്ഞു, തയ്യാറല്ല. കുഞ്ഞിനെ കൊന്നുകളഞ്ഞു. രണ്ടാമത്തെ മകളെ കൊണ്ടുവന്നു. തിളച്ച എണ്ണയുടെ മുകൾ നിർത്തിയിട്ട് ചോദിച്ച്, മാറുമോ മാസിത്ത? അവിടെ നിന്ന് മാറാൻ തയ്യാറായില്ല. രണ്ടാമത്തെ മകളെയും കൊല്ലുകയാണ്. പടച്ചവരെ, അത് കഴിഞ്ഞപ്പോ ഫിർഔനിന്റെ പട്ടാളം മാസിതയുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. എന്തിനാണെന്നറിയോ? പാലുകഥാ പ്രസവിച്ചിട്ട്, പടച്ചവരെ, പ്രസവിച്ചിട്ട് ആ ചോരയുടെ മണം മാറാത്ത ഒരു പൊന്നുമോന് മാസിതയുടെ കയ്യിലിരിക്കുകയാണ്. ആ പൊന്നുമോനെ തട്ടിപ്പറിക്കാറ്, ആ
പൊന്നുമോനെ പിടിച്ചു പറിക്കാൻ ഫിറഔനിന്റെ കിങ്കരന്മാര് കടന്നു വന്നപ്പോ ആ ചോരയുടെ മണം മാറാത്ത പൊന്നുമോര് മാഷിത്തെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിക്കുകയാണ്. തന്റെ പൊന്നാര മകനെ കൊടുക്കാൻ മനസ്സു വരുന്നില്ലടോ. ഉമ്മയല്ലേ, ഒരു നിമിഷമൊന്ന് പതറുകയാ, ഒരു നിമിഷമൊന്ന് ചിന്തിക്കുകയാ. എല്ലാവരും കളിയാക്കുകയാണ്. ഭർത്താവിനെയും 2 മക്കളെയും വെറുതെ കൊന്നുകളഞ്ഞല്ലോ, ഇവള് പരാജയപ്പെട്ടു പോയല്ലോ, ഇവള് പേടിച്ചു പോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ഇങ്ങനെ കളിയാക്കി ചിരിക്കുമ്പോ ആ പാല് കുടിക്കുന്ന കുഞ്ഞൊന്ന് കണ്ണു തുറന്നു നോക്കുകയാണ്. ഉമ്മ കരയുന്നു. എല്ലാവരും ഉമ്മാനെ കളിയാക്കി ചിരിക്കുന്നു. പെങ്ങളെ, പാല് കുടിക്കുന്ന കുഞ്ഞുങ്ങളെ സംസാരിക്കാറില്ല, എന്നാ സംസാരിച്ച 7 മക്കളുണ്ട്. പാല് കുടിക്കുന്ന സമയത്ത് സംസാരിക്കാൻ പക്വത എത്തുന്നതിന് മുമ്പ് സംസാരിച്ച 7 കുഞ്ഞുങ്ങളുണ്ട്. ആ 7 കുഞ്ഞുങ്ങളിൽ ഒരു കുഞ്ഞു മാഷിത്താട പൊന്നു പോരാ. എല്ലാവരും ഇങ്ങനെ കളിയാക്കി ചിരിക്കുമ്പോ ആ പൊന്നുമുഖം പറഞ്ഞു, യാ ഉമ്മ. തന്റെ ഉമ്മാനെ വിളിക്കുന്ന ഉമ്മ. എന്തിനാ ഉമ്മ ഭയപ്പെടുന്നത്? ഉമ്മ എന്തിനാ പേടിക്കുന്നത്? ഉമ്മ എന്തിനാ സങ്കടപ്പെടുന്നത്? കൊടുക്കുമ്മ, നമ്മുടെ സ്വർഗത്തിലല്ലേ ഉമ്മ. മാസിത്താ ബീവിയുടെ പൊന്നുമോനെ കൊന്നുകളഞ്ഞടോ. അവസാനം മാസിത്താ ബീവിയെയും കൊന്നുകളയുകയാണ്. ഒരു കുടുംബത്തെ മുഴുവനും കൊന്നൊടുക്കിയിട്ട് സന്തോഷത്തോടെ നെഞ്ചും പിരിച്ച് ഫിറഔന് മണിയറയ്ക്കകത്തേക്ക് കയറി ചെല്ലുമ്പോ തന്റെ ഭാര്യ ആസിയ ഇത് കണ്ടുകൊണ്ട് നിൽക്കുകയാ. തന്റെ ഭാര്യ ആസിയ ഇത് കണ്ടുകൊണ്ട് നിൽക്കുകയാ. ഫിറഔന് ചോദിച്ചു, ആസിയ, ഞാനല്ലാതെ ഒരു റബ്ബുണ്ടെന്ന് പറഞ്ഞ കുടുംബത്തിന് ഞാൻ കൊടുത്ത ശിക്ഷ കണ്ടോ ആസിയ? ഇഷ്ടമായോ ആസിയ? ആസിയ ബീവിയുടെ മറുപടി എന്തായിരുന്നെന്നറിയോ? ആസിയ ബീവിയുടെ മറുപടി എന്താണ്? ആസിയ ചോദിക്കുകയാണ്, മാഷിത്ത പറഞ്ഞത് സത്യമല്ലേ? മാഷിത്ത പറഞ്ഞത് സത്യമല്ലേ? അവള് പറഞ്ഞത് ശരിയല്ലേ? നിങ്ങൾ കേവലം അടിമയല്ലേ? യജമാനൻ അല്ലാഹുവാണല്ലോ, യജമാനൻ അല്ലാഹുവാണല്ലോ. റബ്ബി മൂസാ വ ഹാറൂൻ, ഞാനും ആ റബ്ബിനെ കൊണ്ട് വിശ്വസിച്ചിരിക്കുകയാ. ഇടിത്തീ വീണതുപോലെ ഫിറഔനിന്റെ കൂടെ കിടക്കുന്ന ഭാര്യ മുഖത്ത് നോക്കിയിട്ട് പറയുകയാണ്, ഞാനും മുസ്ലിമാണ്, ഞാനും മുസ്ലിമാണ്, ഞാനും അതേ വിശ്വാസത്തിലാണ്. പെങ്ങളെ, മാസിത്താ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ഈമാൻ കണ്ടപ്പോ അല്ലാഹുവേ, ആസിയായും അത് മുറുകെ പിടിച്ചു. പെങ്ങള് അവസാനം ഒരുപാട് പീഡനങ്ങൾ കൊടുത്തു. അവസാനം സുന്ദരിയായ വെളുത്തു തുടുത്തിരുന്ന മാതാ ആസിയ, ആസിയ ബീവിയുടെ ഗ്ലാമർ കണ്ടിട്ടാ ഫിറഔന് വിവാഹം കഴിച്ചത്. ആസിയ ബീവിയുടെ തൊലി മുഴുവനും കറുക്കുകയാണ്, എല്ലും തോലുമാവുകയാണ്, കണ്ണു കുഴിയുകയാണ്. അവസാനം മരുഭൂമിയിൽ മലർത്തിക്കിടത്തിയിട്ട് ആസിയ ബീവി റളിയല്ലാഹു തആല അൻഹയെ ഫിറഔനിന്റെ പട്ടാളം കൊന്നുകളയുമ്പോ ആസിയ അല്ലാഹുവോട് പറഞ്ഞതെന്തെന്നറിയുവോ? അല്ലാഹുവേ, ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനായ ഫിറഔനിന്റെ കൊട്ടാരം ഞാൻ വലിച്ചെറിയുന്നു റബ്ബേ. എനിക്ക് വേണ്ടത് എന്തെന്നറിയുമോ? റബ്ബിബ്നി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്ന, എനിക്ക് സ്വർഗത്തിൽ ഒരു കൊട്ടാരം വേണം പടച്ചവര്. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നന്റെ പടച്ചവര് കരയിൽ കടന്ന് വ്യഭിചരിച്ചിട്ട് മതിവരാതെ കടലിൽ പോയി കടന്ന് വ്യഭിചരിച്ചവനാ ഫിറഔൻ. അവന്റെ കൊട്ടാരത്തിൽ കിട്ടാത്തതൊന്നുമില്ല പടച്ചവര്, അതെല്ലാം ഞാൻ വലിച്ചെറിയുകയാണ്. എനിക്ക് വേണ്ടത് ബൈതൻ ഫിൽ ജന്ന,
സ്വർഗത്തിലൊരു കൊട്ടാരമാണ് തമ്പുരാന്. പെങ്ങളെ ആസിയ ബീവിയുടെ ചരിത്രം ഇതാണ്. എന്തിനാണ് ഞാനിത് പറഞ്ഞതെന്നറിയോ? അല്ല കേറിയ ധൈര്യം വരും പെങ്ങള്, അല്ല കേറിയ പേടി വരും തങ്ങള്, എല്ലാത്തിനോടുമുള്ള ഭയം പോവുകയാണ്. അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയം ഹൃദയത്തിലേക്ക് കേറുകയാണ്. പിന്നെ തെറ്റ് ചെയ്യാൻ പേടിയാണ്. എന്ത് ചെയ്യുമ്പോഴും ഭയമാണോ? തെറ്റ് ചെയ്യാൻ അവസരം കിട്ടുമ്പോ അവൻ ചിന്തിക്കുന്നു, അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ. എല്ലാ കാണുന്ന ഒരു റബ്ബുണ്ടല്ലോ, എല്ലാ കാണുന്ന ഒരു റബ്ബുണ്ടല്ലോ. ആ ചിന്ത കടന്നു വരികയാണ്, ആ ചിന്ത കടന്നു വരികയാണ്. തെറ്റിൽ നിന്ന് പിന്തിരിയുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ അവര് പടച്ചവനെ പേടിച്ചവരാണ്, മഖ്ലൂക്കിനോടുള്ള ഭയം കളഞ്ഞവരാണ്, അവര് പടച്ചവനെ ഭയന്ന് ജീവിച്ചവരാണ്. ആ ബോധമാണ് നമുക്ക് വേണ്ടത്, ആ ഈമാനാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, അല്ലാഹനെ കുറിച്ച് പഠിക്ക്, അല്ലാഹനെ കുറിച്ച് പഠിക്ക്. അല്ലാഹു ഹൃദയത്തിന്റെ അകത്ത് കേറിയ പടച്ചവനെ അല്ലാഹനെ കുറിച്ചുള്ള പേടി കടന്നു വരികയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, ആർക്ക് അധികാരം കിട്ടട്ടെ, നിനക്കെന്തേ ചങ്ങാതി? ആർക്ക് അധികാരം കിട്ടിയാലും നീ അനുഭവിക്കേണ്ടത് നീ അനുഭവിക്കണമല്ലോ, പോകേണ്ടത് പോകണമല്ലോ, വരേണ്ടത് വരുമല്ലോ, സമയമാകുമ്പോ മരിക്കുമല്ലോ. ആർക്ക് ഭരണം കിട്ടിയാലും ഈ വാത് പറയുന്ന സിറാജ് പടച്ചവനെ മുഖ്യമന്ത്രിയായെന്ന് പറഞ്ഞാൽ നിനക്ക് പ്രത്യേക പ്രയോജനമൊന്നുമില്ല. നിന്റെ ഉമ്മാടെ ഗർഭാശയത്തിൽ കിടക്കുമ്പോൾ അല്ലാഹു നിന്റെ സർവ്വകാര്യങ്ങളും എഴുതി വച്ചിരിക്കുകയാ. പൊന്നാര ചങ്ങാതി, ആർക്ക് ഇവിടെ എന്ത് കിട്ടിയാലും നിനക്കൊന്നുമില്ല. നിന്റെ ഉമ്മാടെ വയറ്റിൽ കിടന്നപ്പോ തന്നെ അല്ല നിന്റെ മരണം വരെയുള്ള കാര്യം എഴുതി വെച്ചിട്ടുണ്ട്. അത് തട്ടിക്കളയാൻ ഒരു മന്ത്രിയെ കൊണ്ടും പറ്റൂല. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ, അല്ലാഹനെ നമ്മൾ ഭയന്നാ മതി. അല്ലാഹ് ഹൃദയത്തിന്റെ അകത്ത് കേറിയ പിന്നെ എല്ലാത്തിനെയും പേടി പോയി. എല്ലാം പിന്നെ നമ്മുടെ മുമ്പിൽ വരും. നമ്മൾ എന്തിനാ പേടിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രം അതല്ലേ പറഞ്ഞ്. ഇവിടെ ഈമാൻ ഉണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അമേരിക്ക ഇസ്രയേലും കൂടെ, ഇസ്രയേൽ ആ പാവപ്പെട്ട ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്ത് പോയിട്ട് നേരം വെളുക്കുന്നതിന് മുമ്പേ തീർക്കൂന്ന് പറഞ്ഞു പോയതാ. എന്തു പറ്റി? പഠിച്ചില്ല. വീണ്ടും ഇറാന്റെ നെഞ്ചത്ത് കയറാൻ പോയി, ഇപ്പോഴും പഠിച്ചില്ല. അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ച ഒരു ഔലിയാക്കന്മാർ, അവർക്കറിയാം അല്ലാഹ് ആരാണെന്ന്, അവർക്കറിയാം അല്ലാഹ് ആരാണെന്ന്. അല്ലാഹ് ഇഷ്ടപ്പെട്ടവരാ, അല്ലാഹ് തൃപ്തിപ്പെട്ടവരാ. അവരെ ബഹുമാനിക്കാൻ അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സംഘാടകർ ബക്കറ്റ് എടുത്തു. കുറേ നേരമായി അല്ലാഹുവിൻ്റെ പള്ളിയുടെ പണി നടക്കുന്നുണ്ട്. വഴുത് കേൾക്കുന്നവർക്ക് താത്ത കാപ്പിയും കൊണ്ട് നടക്കുന്നുണ്ട് അല്ലേ? പറയുന്നവന് ചൂടുവെള്ളവും കേൾക്കുന്നവന് ചുക്ക് കാപ്പിയും. കൊള്ളാം. വഴുത് പറയുന്ന ഉസ്താദിന് ചൂടുവെള്ളം, കേൾക്കുന്നവർക്ക് കടിയൊന്നുമില്ലേ? എല്ലാം കടിച്ചോളി ഇൻഷാ അല്ലാഹ്. അല്ലാഹു എനിക്ക് ഹൗദുൽ കൗസർ കുടിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട ബഹുമാന്യനായ ഉസ്താദ് പറഞ്ഞു, പള്ളിയുടെ പണിയൊക്കെ നടക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അവസാന ഘട്ടങ്ങളിലേക്ക് കടന്നിരിക്കുന്നു. എല്ലാവരും അവരവരുടെ കയ്യിലുള്ളതൊന്ന് കൊടുക്കാൻ തയ്യാറായാൽ അൽഹംദുലില്ലാഹ് വലിയ പ്രയോജനം. എടോ, ആരും വെറുതെ കൊടുക്കണ്ട. നിങ്ങളുടെ ആരുടെയും പൈസ അല്ലാഹുവിന് ആവശ്യമൊന്നുമില്ല. ആവശ്യക്കാര് നമ്മളാ. അസ്സദഖത്തു റദ്ദുൽ ബല, സദഖ വിപത്തുകളെ തട്ടിമാറ്റും, മാരകമായ രോഗങ്ങളെ തട്ടിമാറ്റും, ദുരന്തങ്ങളെ തട്ടിമാറ്റും. ഉസ്താദ് എനിക്ക് മുമ്പ് പ്രസംഗിക്കുമ്പോ ഉസ്താദ് പറഞ്ഞു, ഇന്നലെ മംഗലാപുരത്തെ ഒരു വാർത്ത പറഞ്ഞു. അത്രയേ ഉള്ളൂ മനുഷ്യന്റെ കാര്യം, ഒരു മനുഷ്യന്റെ കാര്യം അത്രയേ ഉള്ളൂ. എപ്പോഴെവിടെ വെച്ചാണ് രോഗം എന്ന് പടച്ചവനെ. ഞാൻ ഇന്ന് അർഷാദ് എന്ന സഹോദരന്റെ വീട്ടിലിരിക്കുമ്പോ ഈ അടുത്തിവിടെ കണ്ട് മരണപ്പെട്ടു പോയ ഒരു ചെറിയ പയ്യനുണ്ടായിരുന്നല്ലോ, അവന്റെ പേരെന്തായിരുന്നു? അല്ല, ഒരു ചെറിയ പയ്യൻ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ മരണപ്പെട്ടു പോയി. അർഷാദിന്റെ കുടുംബക്കാരനൊരു പയ്യല്ലായിരുന്നു, സിനാൻ. സിനാന്റെ പെങ്ങൾ എന്നെ കാണാൻ വന്നിരുന്നു. എന്ത് രോഗം ഉണ്ടായിട്ടാ ചങ്ങാതി? ടെറഫിലങ്ങാണ്ട് കളിച്ചുകൊണ്ടിരുന്നപ്പോഴുണ്ട്. ഇത്രയേ ഉള്ളൂ മനുഷ്യന്റെ കാര്യമൊക്കെ. പെങ്ങളെ പനി പടരുന്നത് പോലെ ഇങ്ങനെ പടർന്നിട്ട് ഇന്ന് എന്നെ എത്ര ക്യാൻസർ രോഗി ഉണ്ടെന്നറിയോ? എത്ര പേര് ദുആ വസീയത്ത് എന്നറിയോ? ഇന്ന് ഞാൻ അർഷാദിക്കാരുടെ വീട്ടിലിരിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് കരഞ്ഞോണ്ട് പറഞ്ഞു, ഉസ്താദ് എൻ്റെ വയറ് നാളെ ഞാൻ സ്കാനിങ്ങിനെ കണ്ടപ്പോൾ ദുആ ചെയ്യാം.
പനി പടരുന്നത് പോലെ ഇങ്ങനെ രോഗം പടരാ പെങ്ങളെ. മോളെ, നിന്റെ കയ്യിലുള്ളതിൽ ഒരു വിഹിതം കൊടുത്താൽ നിനക്ക് മാരക രോഗങ്ങളിൽ നിന്ന് അല്ലാഹു നിന്നെ രക്ഷപ്പെടുത്തും. നിന്റെ പ്രയാസം മാറും, നിന്റെ ദുരിതം മാറും, നിന്റെ സങ്കടം മാറും. ദുരന്തങ്ങൾ, അപകടങ്ങൾ. ഈ അടുത്ത കഴിഞ്ഞ ഒരാഴ്ച മാത്രം മരിച്ചത് എത്ര പെണ്ണുങ്ങളാ, എത്ര പേരാ? ടീച്ചർമാര് 10 പേര് പോയില്ലേ? 10 പേര് ഉൾപ്പെടുന്ന ഡ്രൈവർ ഉൾപ്പെടെ 10 പേര്. പടക്കം പൊട്ടി തൃശ്ശൂർ എത്ര പേര് മരിച്ചു? എന്റെ പ്രിയപ്പെട്ടവരെ, ഓരോ ദിവസവും നമ്മൾ മരണ വാർത്തകൾ കേൾക്കുന്നു, അപകടങ്ങൾ കാണുന്നു. എന്തേ നമ്മൾ? അതുകൊണ്ട് ബക്കറ്റിന്റെ അകത്തേക്ക് അള്ളാഹു തന്നതിൽ നിന്ന് ഒരല്പം മനസ്സറിഞ്ഞുകൊണ്ട് സദഖ ചെയ്യും. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവരും അൽഹംദുലില്ലാഹ്. അസ്സദഖത്തു റദ്ദുൽ ബലാ. അല്ലാഹുവേ, പടച്ചവനെ, മാരകമായ ഏതെങ്കിലും രോഗത്തിന്റെ അണുക്കളുണ്ടോ അല്ലാഹ്, ഈ കൊടുക്കുന്ന സദഖയുടെ ബറക്കത്ത് കൊണ്ട് കരിച്ചു കളയണേ അല്ലാഹ്. ചെയ്യുന്ന ഒരു പള്ളിക്ക് വേണ്ടിയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത്. അതിനേക്കാളും വലിയ പുണ്യമൊന്നും ലോകത്തില്ലടോ. അതുകൊണ്ട് അല്ലാഹു തന്നതിൽ നിന്നൊരൽപ്പം കൊടുത്താ മതി, ഒരുപാട് കൂടുതലൊന്നും കൊടുക്കണ്ട. ഉള്ളതിൽ പങ്ക് കൊടുത്താ മതി. മനസ്സറിഞ്ഞുകൊണ്ട് സദഖ ചെയ്യ്. അല്ലാഹുവേ, സ്വീകരിക്കണേ അല്ലാഹ്. മാരകമായി അറുത്തുമുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് നീ കാക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ കൊടുക്കുന്നുണ്ടോ അവരുടെ ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ്. എല്ലാവരും അൽഹംദുലില്ലാഹ് മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഉറക്കെ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഞാൻ ഇരുന്നോട്ടെ. ഒന്നാമത് സുഖമില്ലടോ. ഒരുപാട് നേരം നിൽക്കാനും കഴിയില്ല, ഇരിക്കാനും കഴിയില്ല. ഡോക്ടർമാർ സർജറി പറഞ്ഞിരിക്കുക. ഞാനാണെങ്കിൽ ഈ വർഷം എൻ്റെ ഭാര്യയുമായിട്ട് ഹജ്ജിന് പോകുന്നുണ്ട്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. എൻ്റെ കൂടെയുള്ളവർ ഇന്ന് രാത്രി 8 മണിക്ക് ഹജ്ജിന് പോയി. എൻ്റെ കൂടെയുള്ളവരൊക്കെ പോയി. അതുകൊണ്ട് എനിക്കും പോകണം. എല്ലാവരും ദുആ ചെയ്യുക. അള്ളാഹു മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇരുന്നോട്ടെ. 3 സ്വലാത്ത്.